നമസ്കാരം, എല്ലാവർക്കും മകം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത മിനി ഗുരുവായൂർ ക്ഷേത്രം എവിടെയാണ്, ഏതാണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുൻപേ ക്ഷേത്ര ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഏകദേശം 3000 വർഷം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം. പണ്ട് ചെറിയ രീതിയിലായിരുന്നു ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത്. നാറാണത്ത് ഭ്രാന്തനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണിത് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് വലിയ രീതിയിൽ വിപുലമായി മാറിയ ഈ ക്ഷേത്രം മലബാറിന്റെ ഗുരുവായൂർ എന്നും അറിയപ്പെടുന്നുണ്ട്. ക്ഷേത്ര ശ്രീകോവിലിന്റെ അത്രയും വലിപ്പമുള്ള ഒറ്റക്കല്ലിലാണ് ഉള്ളത്. ഒരുപാട് ഐതിഹ്യങ്ങളും സവിശേഷതകളുമുള്ള ഒരു ക്ഷേത്രമാണിത്. നാറാണത്ത് ഭ്രാന്തൻ ഇവിടെ വന്ന് പ്രതിഷ്ഠിച്ച സമയത്ത് ഇവിടെയുള്ള ഊരാള കുടുംബം അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും രൂപവും പെരുമാറ്റവും രസിച്ചില്ലത്രേ. ഊരാളന്മാർ പാർത്ഥസാരഥിയെയും സന്താനഗോപാല സ്വാമിയെയും പ്രതിഷ്ഠിക്കണമെന്ന രണ്ടഭിപ്രായങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം ഊരാളന്മാരെ ശപിച്ചു. ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു ആൽ നിൽക്കുന്നുണ്ട്. കുറെ ദൂരെയായാണ് അതിന്റെ സ്ഥാനം, ഇന്ന് കാണുന്നതല്ല. അവിടെ ചെന്ന് നിന്ന് കൂട്ടപ്രാർത്ഥന നടത്തിയാൽ ഐക്യമുണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വഴിപാട് ചതുശ്ശതമാണ്. ഒരുപാട് ഭക്തർ ചതുശ്ശതം വഴിപാട് നടത്തുന്നുണ്ട്. കുട്ടികൾ ഉണ്ടാകുന്നതിനും കുടുംബജീവിതം സുഗമമാകുന്നതിനും ജോലി തുടങ്ങി കുട്ടികളുടെ മാറാരോഗം, കുട്ടികളുടെ എല്ലാവിധ സുഖ സൗഭാഗ്യങ്ങൾക്കുമുള്ള വഴിപാടാണിത്. ഇതറിഞ്ഞ് നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഈ ക്ഷേത്രം കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ഇവിടുത്തെ തൃക്കേവെണ്ണയാണ് ഞാൻ ചീട്ടാക്കിയിരുന്നത്. അത് ആ ക്ഷേത്രക്കുളത്തിൻ്റെ പടവിലിരുന്ന് ആസ്വദിച്ച് കഴിക്കുമ്പോഴുള്ള ആനന്ദം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. എത്രയൊക്കെ റിനോവേഷൻ ചെയ്താലും പഴമയുടെ ഗാംഭീര്യം ഇന്നും ആ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നതിന് കാരണം ചാത്തമംഗലത്തപ്പൻ്റെ ചൈതന്യം തന്നെയാണ്. അവിടെ ആ കണ്ണനെ കണ്ട മാത്രയിൽ എനിക്ക് ആ വിഗ്രഹത്തിൽ നിന്ന് ഒന്ന് കണ്ണെടുക്കാൻ സാധിക്കുന്നുണ്ടായില്ല. അത്രയധികം തേജസ്സോടെയാണ് ആ കണ്ണൻ പുഞ്ചിരി തൂകി നമ്മളെ വരവേൽക്കുന്നത്. ഈ ഗുരുവായൂർ, മലബാറുകാരുടെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം മലബാറുകാർ, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർ ഉറപ്പായും ഒരു തവണയെങ്കിലും പോയി കാണണം. കണ്ണൻ്റെ അനുഗ്രഹം വാങ്ങണം.